everyone, welcome back to my channel Shahana's Healthy World. ഞാനിന്ന് വന്നത് വാട്ട്സ് ഇൻ മൈ പ്ലേറ്റിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ ഭൂരിഭാഗം ആൾക്കാരും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഒരു വെയിറ്റ് ലോസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടാവുക. നല്ലൊരു വർക്കൗട്ട് പ്ലാൻ ഒക്കെ ചെയ്ത് നല്ലൊരു വെയിറ്റ് ലോസ് ഉണ്ടാക്കി എടുക്കുമ്പോൾ നമുക്ക് ആ ലോസ് ചെയ്തിരുന്ന വെയിറ്റ് ഇനി നമുക്ക് കൂടാൻ വേണ്ടിയിട്ട് പാടില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട, ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാര്യമാണ് വാട്ട്സ് ഇൻ മൈ പ്ലേറ്റ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ പ്ലേറ്റ് അറേഞ്ച് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. ഓക്കെ, നമ്മൾ ഫുഡ് കഴിക്കുന്ന പ്ലേറ്റ് എടുക്കുക. ആ പ്ലേറ്റിനെ നമ്മൾ 4 പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. നിങ്ങളുടെ വീട്ടിലുള്ള സ്പൂണില്ലേ, അതിലൊരു സ്പൂണ് ആ പ്ലേറ്റിൽ വെർട്ടിക്കൽ ആയിട്ട് വെക്കുക, ഒരു സ്പൂണ് ഹോറിസോണ്ടൽ ആയിട്ട് വെക്കുക. ഇപ്പൊ നമുക്ക് ആ പ്ലേറ്റിൽ 4 പോർഷൻസ് കിട്ടിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഹാഫ് പോർഷൻസിൽ മാക്സിമം സീസണൽ വെജിറ്റബിൾസും സീസണൽ ഫ്രൂട്ട്സും ആഡ് ചെയ്യാം. അതിൽ തന്നെ സീസണൽ വെജിറ്റബിൾസ് കൂടുതലായിട്ട് ആഡ് ചെയ്യുക, ബാക്കി ഭാഗത്ത് സീസണൽ ഫ്രൂട്ട്സ്. സീസണൽ വെജിറ്റബിൾസിൽ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. സ്പിനാച്ച്, ചീര, പാലക്ക്, അങ്ങനത്തെ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾ അത് കൂടുതൽ ടൈം കുക്ക് ചെയ്യാണ്ട് അതിൻ്റെ വൈറ്റമിൻസ് ഒന്നും നഷ്ടപ്പെടാത്ത രീതിയിൽ വേണം കുക്ക് ചെയ്തെടുക്കാൻ. പിന്നെ നിങ്ങൾ ഓയിൽ ആഡ് ചെയ്യണം എന്നുള്ളവർ ഹെൽത്തി ആയിട്ടുള്ള ഓയിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. കോക്കനട്ട് ഓയിൽ എടുക്കുക, ബട്ടർ എടുക്കുക, ഇല്ലെങ്കിൽ ഒലീവ് ഓയിൽ എടുക്കുക. മാക്സിമം നിങ്ങൾ സൺഫ്ലവർ ഓയിലും പാം ഓയിലും അവോയ്ഡ് ചെയ്യുക. പിന്നെ ബാക്കിയുള്ള ഭാഗത്ത് നിങ്ങൾ സീസണൽ ഫ്രൂട്ട്സ് ആഡ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് ആപ്പിള്, ഗ്രീൻ ആപ്പിള്, പിയർ, ഇങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പം നിങ്ങൾ ഏതെങ്കിലും 2 ഫ്രൂട്ട് ആഡ് ചെയ്യുക. നിങ്ങൾ ഒരിക്കലും ഒരു ഫ്രൂട്ടിന്റെ മുഴുവൻ പോർഷൻസ് എടുക്കേണ്ട ആവശ്യമില്ല. ഒരു ആപ്പിൾ ആണെങ്കിൽ ആപ്പിളിന്റെ ഹാഫ് പോർഷന്, ഒരു പിയർ ആണെങ്കിൽ പിയറിന്റെ ഹാഫ് പോർഷന്, അങ്ങനെ ഏതെങ്കിലും 2 ഫ്രൂട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി നേരെ നമുക്ക് പ്ലേറ്റിന്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് വരാം. ഇവിടെ നമുക്ക് മാക്സിമം പ്രോട്ടീൻസ് കൂടുതലാക്കി വെക്കുക. ഹോൾ ഗ്രെയിൻസ് അതിനേക്കാളും കുറച്ച് പോർഷൻസ് മാത്രം ആക്കുക. പ്രോട്ടീൻസിൽ നമ്മൾ ചിക്കൻ, എഗ്ഗ്, അതേപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ നമുക്ക് റെഡ് മീറ്റ് എടുക്കാം. ഇനി ഇതൊന്നും ഇഷ്ടമല്ല, സീ ഫുഡാണ് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സീ ഫുഡിൽ തന്നെ സാൽമണ്, ടൂണ, ഇങ്ങനത്തെ ഫിഷും നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാവുന്നതാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു റെഡ് മീറ്റ് എടുക്കുന്നതിൽ കുഴപ്പമില്ലാന്ന്. ഈ റെഡ് മീറ്റിൽ തന്നെ നിങ്ങൾ പ്രോസസ്ഡ് ആയിട്ടുള്ള റെഡ് മീറ്റ് എടുക്കാണ്ടിരിക്കുക. ഈ ചിക്കൻ്റെ ഒക്കെ സോസേജ് കാര്യങ്ങളുണ്ടല്ലോ, അങ്ങനത്തെ എടുക്കാണ്ടിരിക്കുക. പ്യുവർ ചിക്കൻ തന്നെ എടുക്കുക. ഇപ്പം നമ്മൾ ഈ പ്രോട്ടീൻ ആണെങ്കിലും ഒരു വ്യക്തി അയാളുടെ ഒരു ഡേയിൽ എത്ര പ്രോട്ടീൻ ആണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളതിനുള്ള കണക്കുണ്ട്. നിങ്ങളൊരു 140 പൗണ്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾ ഒരു ഡേ 50 ഗ്രാം പ്രോട്ടീൻസ് എടുക്കുക. ഇനി നിങ്ങളൊരു 200 പൗണ്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ 70 ഗ്രാം പ്രോട്ടീൻസ് എടുക്കുക. ഇപ്പം നിങ്ങൾ വെജിറ്റേറിയൻസ് ആണ് എന്നുണ്ടെങ്കിൽ സോയ ചങ്ക്സോ മഷ്റൂമോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡയറി പ്രൊഡക്ട്സ് എടുക്കുക. അതിൽ ഏറ്റവും കൂടുതലായിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഗ്രീക്ക് യോഗട്ടാണ്. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ പ്രോട്ടീൻ സൈഡിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ നേരെ മുകളിലേക്ക് പോവുക. അവിടെ നമുക്ക് ഹോൾ ഗ്രെയിൻസ് ഉണ്ട്. ഏതൊക്കെ കാര്യങ്ങളാണ് ഹോൾ ഗ്രെയിൻസിലുള്ളത് എന്നുള്ളതല്ലേ? ബ്രൗൺ റൈസ്, മില്ലറ്റ്, ബാർലി, ഓട്സ്, ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങളൊരു ഹോൾ ഗ്രെയിൻസിൽ ആഡ് ചെയ്യേണ്ടത്. കാരണം ഹോൾ ഗ്രെയിൻ്റെ ഏറ്റവും ഔട്ടർ കവർ ആയിട്ടുള്ള കാര്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഫൈബറും മഗ്നീഷ്യം, സിങ്ക്, അയൺ, ആൻറ്റി ഓക്സിഡൻസ് ഇതൊക്കെ അടങ്ങിയിരിക്കുന്നത്. അപ്പം നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഈ കാർബോഹൈഡ്രേറ്റ്സ് ആയിട്ടുള്ള ഈ കാര്യങ്ങൾ ഒഴിവാക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നിങ്ങൾ മാക്സിമം വൈറ്റ് റൈസ് ഒഴിവാക്കുക. വൈറ്റ് റൈസ് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ചിലർ ശ്രദ്ധിക്കുന്നതാണ് ഉച്ചയ്ക്ക് മാത്രം ചോറ് എന്നുള്ളത് വൈറ്റ് റൈസ് ഒഴിവാക്കിയിട്ട് ബ്രൗൺ റൈസ് ആക്കും. പക്ഷെ മോർണിംഗ് ഉള്ള നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിൽ നിങ്ങൾ എന്താ ചെയ്യാറ്? സാധാരണ പച്ചരി അരച്ചിട്ടുള്ള ദോശയും പുട്ടും ഇഡലിയൊക്കെയല്ലേ കഴിക്കാറ്. അപ്പം നിങ്ങൾ ആ അരിയും നിങ്ങൾ ബ്രൗൺ റൈസ് ആക്കിയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു വെയിറ്റ് ലോസ് റിസൾട്ട് ഉണ്ടാവും. ഇത് 100% ഗ്യാരണ്ടിയാണ്. നിങ്ങൾ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങളുടെ ഒരു പ്ലേറ്റ് നിങ്ങൾ അറേഞ്ച് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്കുള്ള ഒരു വെയിറ്റ് ലോസ് റിസൾട്ട് കിട്ടുകയും ചെയ്യും. നിങ്ങൾക്ക് ഈ ഒരു പ്ലേറ്റ് മുന്നോട്ടേക്ക് കണ്ടിന്യൂ ആയിട്ട് കൊണ്ടുപോകാനും പറ്റും. അപ്പം നിങ്ങളുടെ പ്ലേറ്റിലേക്ക് മാക്സിമം നിങ്ങൾ കോൺസെൻട്രേഷൻ കൊടുക്കുക, മാക്സിമം ശ്രദ്ധ കൊടുക്കുക. ഇത്തരത്തിലുള്ള സീസണൽ ഫ്രൂട്ട്സും സീസണൽ വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇതിൻ്റെ ഒക്കെ കൂടെ തന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി ഞാൻ വിചാരിക്കുന്നു. ഇതിനേക്കാളും യൂസ്ഫുൾ വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നതാണ്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ബൈ.